നമസ്കാരം. നിങ്ങൾക്കെല്ലാവർക്കും പാർട്ട് ട്രേഡറിൻ്റെ ഒരു പുതിയ ഇൻഫർമേറ്റീവ് വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മളൊരു ക്രിപ്റ്റോ കറൻസി ഇൻവെസ്റ്റ്മെൻറ്റുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. ഈ ഒരു വീഡിയോ നമ്മൾ ഒരു എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടി മാത്രമാണ് ചെയ്യുന്നത്. ഒരിക്കലും റെക്കമെൻഡേഷനോ കാര്യങ്ങളോ ഒന്നുമല്ല. അപ്പോൾ തീർച്ചയായിട്ടും മനസ്സിലാക്കി വെക്കുക, ക്രിപ്റ്റോ അസറ്റിൽ നല്ല റിസ്ക് ഉണ്ട്. അതുപോലെ തന്നെ വളർന്നു വരുന്ന മാർക്കറ്റാണ്. അപ്പോൾ നല്ല റിവാർഡ് കിട്ടാനും ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്കതിനെ എങ്ങനെ നമുക്ക് ആ ക്രിപ്റ്റോ മാർക്കറ്റിനെ അപ്രോച്ച് ചെയ്യാമെന്നാണ് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ ഞാനിവിടെ ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കിയിട്ടുണ്ട്. ആപ്ലിക്കേഷൻ്റെ പേരെന്താണ്? കോയിൻ DCX എന്ന് പറഞ്ഞ ആപ്ലിക്കേഷനാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് കോയിൻ DCX തന്നെ ഓപ്പൺ ആക്കാൻ കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കോയിൻ DCXൻ്റെ കുറച്ച് ഡീറ്റെയിൽസ് ഇവർ തന്നെ ഇവരുടെ പ്ലാറ്റ്ഫോമിൽ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് പ്രൂഫ് ഓഫ് റിസർവ്. അപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് പ്രൂഫ് ഓഫ് റിസർവ് പാർട്ണർ അവർ ചെക്ക് ചെയ്തതാണ്. അപ്പോൾ നമ്മൾ ബിറ്റ് കോയിനോ അല്ലെങ്കിൽ ഇത്തീരിയോ അങ്ങനെയുള്ള കോയിൻസ് വാങ്ങി കഴിയുമ്പോഴത്തേനും അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ആ ഒരു കോയിൻസ് എവിടെയെങ്കിലും സ്റ്റോർ ചെയ്യുന്നുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യുന്നതാണ് പ്രൂഫ് ഓഫ് റിസർവ് എന്ന് പറയുന്നത്. അപ്പോൾ അത് അവർ ചെക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേനും നമുക്ക് കൃത്യമായിട്ട് 100% റിസർവ് വെക്കുന്നുണ്ട് എന്ന് കൃത്യമായിട്ട് അവർ റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഹോൾഡിങ്സിൻ്റെ എമൗണ്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. 518.6 മില്യൺ USDT ആണ് ഇതുവരെ കോയിൻസിൽ ഇൻവെസ്റ്റ്മെൻറ്റ് വന്നതെന്നാണ് കാണിച്ചിരിക്കുന്നത്. അതിൻ്റെ അത് 416.3 USDT ബ്ലോക്ക് ചെയിനും 102.3 USDT പാർട്ട്നേഴ്സിനുമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു അസറ്റ് ക്ലാസ് നമ്മൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ അത് റിസർവ് ചെയ്ത് വാക്കൻറ്റിൽ വെക്കുന്നുണ്ടോ എന്ന് അത് കൺഫേം ചെയ്യുന്നത് വളരെ അത്യാവശ്യമാണ്. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ സെക്യൂരിറ്റി അഷ്വറൻസ് ഓഡിറ്റ്, അപ്പം ഇവിടെ കൃത്യമായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് ISO സെക്യൂർഡ് ബൈ ISO കൃത്യമായിട്ട് സെക്യൂർ ചെയ്തിട്ടുണ്ട്, ഓഡിറ്റ് നടക്കുന്നുണ്ട് എന്നാണ് ഇവർ പറയുന്നത്. അപ്പോൾ ഓഡിറ്റഡ് ബൈ SGCO ആൻഡ് CO LLP എന്ന് പറഞ്ഞ ആ ഒരു വലിയ ഒരു കമ്പനിയാണ് അതിനെ ഓഡിറ്റ് ചെയ്യുന്നത് എന്നിവിടെ കാണിച്ചു തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് കൃത്യമായിട്ട് TDSും ഒക്കെ റെഗുലേഷൻ അനുസരിച്ച് പേ ചെയ്യുന്നുണ്ട് എന്നും ഇവർ പറയുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് മന്ത്ലി ട്രേഡിംഗ് വോളിയം നമ്മൾ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാർ യൂസ് ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോം ആയതുകൊണ്ട് തന്നെ നമുക്ക് ഓരോ മന്ത്ലിയിലും വലിയ വലിയ വോളിയങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. 492 മില്യൺ, അതുപോലെ തന്നെ ഇവിടെ ലാസ്റ്റ് വന്നപ്പോൾ 473 മില്യൺ. അപ്പം അത്രയും വലിയ മന്ത്ലി ട്രേഡിംഗ് വോളിയങ്ങൾ ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇതിൻ്റെ അകത്ത് കൊടുത്തിട്ടുണ്ട് ഈ ഒരു പ്ലാറ്റ്ഫോമിൽ. അതുപോലെ തന്നെ നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ഇവിടെ ആക്റ്റീവ് യൂസേഴ്സിൻ്റെ എണ്ണം. ട്രസ്റ്റഡ് ബൈ 2 crore പ്ലസ് യൂസേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ അകത്ത് തന്നെ നമുക്ക് 4.8 സ്റ്റാർ റേറ്റിംഗും തന്നിട്ടുണ്ട്. ആപ്ലിക്കേഷൻ്റെ ഇൻ്റർഫേസും കാര്യങ്ങളൊക്കെ ഓക്കെയാണ്. അപ്പോൾ ഇതൊക്കെ കുറേ കാര്യങ്ങൾ പോസിറ്റീവായിട്ട് നമുക്ക് ഈ ഒരു പ്ലാറ്റ്ഫോമിൽ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ പേഴ്സണലായിട്ട് ഞാൻ ഇതിനെ ഒരു റെഫറലായിട്ടല്ല നിങ്ങളെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ആക്ച്വലി ബെറ്റർ ആണ് എന്ന് തോന്നുന്നുണ്ട്, അതുകൊണ്ടാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊരിക്കലും ഒരുപാട് പ്ലാറ്റ്ഫോംസ് ഉണ്ട് ക്രിപ്റ്റോയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ. അതിൻ്റെ അകത്തൊരു മോശമില്ലാത്തൊരു പ്ലാറ്റ്ഫോമാണെന്ന് തോന്നുന്നു. അപ്പോൾ ഇതിൻ്റെ അകത്ത് പേഴ്സണലി ഞാനും ചെറിയ ഇൻവെസ്റ്റ്മെൻറ്റുകൾ നടത്തുന്നുണ്ട്. അപ്പോൾ ഒരിക്കലും ഒരുപാട് വലിയ എമൗണ്ടുകളാണെങ്കിൽ ഒരു ഇൻഡിവിജ്വൽ പ്ലാറ്റ്ഫോമിൽ ഇൻവെസ്റ്റ് ചെയ്യാതെ കുറച്ച് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടെ ബെറ്റർ. അപ്പോൾ നമ്മൾ ഈ പ്ലാറ്റ്ഫോമിനെ കുറിച്ച് ചെറിയ രീതിയിൽ നമ്മളൊന്ന് ഡിസ്കസ് ചെയ്തു. അപ്പം എല്ലാ പ്ലാറ്റ്ഫോംസിലും റിസ്ക് ഉണ്ട്. അപ്പോൾ അത് മനസ്സിലാക്കി മാത്രം ഇൻവെസ്റ്റ് ചെയ്യുക. ഇനി ഇൻവെസ്റ്റ് ചെയ്യാൻ വരുന്ന സമയത്ത് നമ്മൾ എത്ര എമൗണ്ടിന് നമ്മൾ റിസ്ക് എടുക്കണം എന്ന് നമുക്ക് ഒന്ന് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഒന്നാമത്തെ കാര്യം, നമുക്ക് കിട്ടുന്ന ടോട്ടൽ സാലറി മന്ത്ലി എമൗണ്ട് ഇതിൻ്റെ അകത്തിട്ട് ഒന്നിച്ചല്ല SIP ഒന്നും ചെയ്യേണ്ടത്. എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനാണ് പറയുന്നത്. നമുക്ക് മന്ത്ലിയിൽ എത്ര സാലറി കിട്ടുന്നുണ്ടോ അതിൻ്റെ ഒരു ചെറിയ പോർഷൻ, വേണമെങ്കിൽ 5% നമുക്ക് എല്ലാ മാസവും ഇതിൻ്റെ അകത്തിട്ട് ഇൻവെസ്റ്റ് ചെയ്യാം. അല്ലെങ്കിൽ വേണമെങ്കിൽ 2%, അല്ലെങ്കിൽ 3%, എത്രയാണോ നിങ്ങൾക്ക് ഒട്ടും റിസ്ക് തോന്നുന്നില്ല എന്നാൽ കോയിൻസിൽ ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് താല്പര്യമുള്ളവരാണെങ്കിൽ അങ്ങനെ അപ്രോച്ച് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഞാൻ പേഴ്സണലി മാക്സിമം എൻ്റെ ടോട്ടൽ ഹോൾഡിങ്സിൽ ഒരു 5-10% മാക്സിമം കോയിൻസിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുള്ളൂ. ആ ഒരു കോയിൻസിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിൻ്റെ അകത്ത് കുറച്ച് കോയിൻസ് കോയിൻ DCXലാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ബാക്കിയുള്ള പ്ലാറ്റ്ഫോംസിൽ നമ്മൾ ചെറിയ രീതിയിൽ ക്രിപ്റ്റോ ഇൻവെസ്റ്റ്മെൻറ്റുകൾ ചെയ്യുന്നുണ്ട്. അപ്പം ഈ ഒരു പ്ലാറ്റ്ഫോമിൽ വരുമ്പം ഒരുപാട് ഡീറ്റെയിൽസ് ഉണ്ട്. നമുക്ക് സാധാരണ ഒരാൾക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത്. ഇതിൻ്റെ അകത്ത് ഒരുപാട് ട്രേഡിംഗ് ഓപ്ഷൻസ് കാണുന്നുണ്ട്. ഇതുണ്ടോ, ഇവിടെ നമുക്ക് ഹോം എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഹോം പേജിലേക്ക് വന്നിട്ടുണ്ട്. ഇവിടെ ഒരുപാട് കാര്യങ്ങൾ കാണാൻ സാധിക്കുന്നുണ്ട്. ഗെയിനേഴ്സ്, വോളിയം, ടോപ്പ് ലോസേഴ്സ്, ന്യൂ ലിസ്റ്റിംഗ് കോയിൻസ്, അങ്ങനെ ഒരുപാട് ഡീറ്റെയിൽസ് കിട്ടുന്നുണ്ട്. നമുക്കിതൊന്നും ഇതിൻ്റെ പുറകെ പോകാതിരിക്കുന്നതാണ് കൂടുതലായിട്ടും ബെറ്റർ എന്നാണ് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ. അപ്പോൾ നമുക്ക് ഇൻവെസ്റ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ സെലക്ട് ചെയ്യാം. അപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിയുമ്പോഴത്തേനും ഇവിടെ നമുക്ക് കുറച്ച് കാര്യങ്ങൾ വരുന്നുണ്ട്. നമുക്ക് ട്രെൻഡിങ് നൗ, അതുപോലെ തന്നെ മോസ്റ്റ് ട്രേഡഡ്, ലാർജ് ക്യാപ്പ് എന്ന് പറഞ്ഞ ഒരു കാറ്റഗറി വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കാറ്റഗറി നമുക്ക്
വളരെ സിമ്പിളായിട്ട് ഇവിടെ നിന്ന് പിക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഏറ്റവും നല്ല വലിയ വോളിയമുള്ള വലിയ സ്ട്രെങ്ത് ഉള്ള കോയിൻസ് നമുക്ക് ഇവിടെ നിന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ഇവിടെ നമുക്ക് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും മാർക്കറ്റ് ക്യാപ്പിൽ $10 ബില്യൺ മുകളിൽ മാർക്കറ്റ് ക്യാപ്പിലുള്ള കോയിൻസാണ് ഇവിടെ വന്നിരിക്കുന്നത്. നമുക്കിവിടെ ബിറ്റ്കോയിൻ, ഇത്തീരിയം, ബിനാൻസ്, സൊളാന, റിപ്പിൾ, USDT, ടെതർ എന്ന് പറഞ്ഞ കോയിൻസ് താഴോട്ട് കാണാൻ സാധിക്കും. ആ കോയിൻസ് എല്ലാം താഴോട്ട് വന്നിട്ടുണ്ട്. ആക്ച്വലി നമ്മൾ കോയിൻസിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ വരുന്ന സമയത്ത് കൂടുതലും ബെറ്റർ എനിക്ക് തോന്നുന്നത് വലിയ കോയിൻസിൽ നമുക്ക് ഒരു അത്യാവശ്യം കൂടുതൽ എമൗണ്ട് ഇടാം, ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിടാം. അതിനുശേഷം നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഏതെങ്കിലും കോയിൻസ്, സെക്ടോറിയൽ കോയിൻസിൽ ഏറ്റവും ടോപ്പായിട്ട് നിൽക്കുന്ന കോയിൻസ് വേണമെങ്കിൽ അതിൻ്റെ അത് ചെറിയ ചെറിയ എമൗണ്ട് ഡൈവേഴ്സിഫൈ ചെയ്ത് കൊടുക്കുന്നതായിരിക്കും ബെറ്റർ. ഞാൻ അങ്ങനെയാണ് പേഴ്സണലി ചെയ്യുന്നത്. വലിയ കോയിൻസ് എപ്പോഴും കൂടുതൽ പരിഗണന കൊടുക്കാറുണ്ട്. അതിനുശേഷം ചെറിയ ചെറിയ എമൗണ്ടുകൾ വേണമെങ്കിൽ വളരെ ചെറിയ എമൗണ്ടുകൾ മാത്രം ഓരോ സെക്ടറിലെയും വലിയ കോയിൻസിലൊക്കെ ഇടുന്നതായിട്ട് അങ്ങനെയാണ് ഞാൻ ചെയ്യുന്നത്. കാരണം ഈ കോയിൻസിനെ കുറിച്ചൊക്കെ ഒരുപാട് പഠനങ്ങൾ നടത്താനും ഇവരുടെ പ്രൊജക്റ്റുകൾ ഒരുപാട് പഠനങ്ങൾ നടത്താനുള്ള ഓപ്ഷൻസ് പൊതുവേ കുറവാണ്. ഓക്കെ, അപ്പോൾ ഇത് മനസ്സിലായി. നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാനുള്ളത് എവിടെ നിന്നാണ് എടുക്കുന്നതെന്ന് മനസ്സിലായി. ഇനി നമുക്കിവിടെ മാർക്കറ്റിലേക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓരോന്നിൻ്റെയും INR പെയറും USD പെയറും അതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ കിട്ടും. ഇതൊന്നും നമുക്ക് ആവശ്യമില്ല പേഴ്സണലി ഇൻവെസ്റ്റ് ചെയ്യുന്നവരാണെങ്കിൽ. ഇവിടെ F&O എന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഫ്യൂച്ചർ പേയേഴ്സ് കിട്ടും. നമുക്ക് ട്രേഡ് ചെയ്യാനാണെങ്കിൽ ഫ്യൂച്ചറിൽ ട്രേഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ ഓപ്ഷൻ ചെയിൻ അല്ലെങ്കിൽ ഓപ്ഷൻ ട്രേഡിങ് വരുന്നേ ഉള്ളൂ. അതുപോലെ തന്നെ ഇങ്ങനെ കുറേ ഓപ്ഷൻസ് ഇവിടെ കിടക്കുന്നുണ്ട്. അപ്പോൾ പേഴ്സണലി ഞാൻ ഉദ്ദേശിക്കുന്നത് ഇവിടെ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ സാധാരണ ആൾക്കാർക്ക് സെലക്ട് ചെയ്ത് ഇവിടെ ലാർജ് ക്യാപ്പ് കാറ്റഗറി എടുത്ത് ഇതിൻ്റെ അകത്തുള്ള വലിയ കോയിൻസ് നമുക്ക് കൺസിഡർ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ അത് ഡിപ്പിൽ വരുന്ന സമയത്തോ ഒരു കറക്ഷൻ ഉണ്ടാകുന്ന സമയത്തോ ഒക്കെ നോക്കി ഡിപ്പ് അനുസരിച്ച് ചെറിയ ചെറിയ എമൗണ്ടുകൾ ഇട്ടിട്ട് ഒരു നല്ലൊരു പോർട്ട്ഫോളിയോ ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കാവുന്നതാണ്. ഓക്കെ, ക്ലിയർ ആയെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ അക്കൗണ്ട് ഓപ്പണിംഗ് വീഡിയോ എങ്ങനെയാണ് അക്കൗണ്ട് ഓപ്പൺ ആക്കുന്നത് എന്നുള്ള വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ തന്നെ ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അവിടെ പോയി അക്കൗണ്ട് ഓപ്പൺ ആക്കാനുള്ള ലിങ്ക് ഉണ്ട്. അതുപോലെ തന്നെ അക്കൗണ്ട് ഓപ്പൺ ആക്കാനുള്ള ലിങ്കും അക്കൗണ്ട് ഓപ്പണിംഗ് വീഡിയോയുടെ ലിങ്കും ഉണ്ട്. അപ്പോൾ അവിടെ പോയി അക്കൗണ്ട് ഓപ്പൺ ആക്കുന്ന വീഡിയോ ഒക്കെ നിങ്ങൾക്ക് കണ്ട് മനസ്സിലാക്കാം. അതുപോലെ തന്നെ ഇവിടെയാണ് എന്താണ് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇവിടെ നമുക്ക് ആദ്യമേ തന്നെ ഇതിൻ്റെ അകത്ത് ഫണ്ട് ആഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടി ഇവിടെ ആഡ് INR എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ഇതിൽ ഒരു തവണ ക്ലിക്ക് ചെയ്യുക. ഒരു തവണ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേനും നമുക്ക് ഫോൺ പേ ഒക്കെ ഉപയോഗിച്ച് തന്നെ നമുക്ക് നേരിട്ട് ഇതിൻ്റെ അകത്തായിട്ട് ഫണ്ട് ആഡ് ചെയ്യാൻ സാധിക്കും. അതും INR തന്നെ. വളരെ സിമ്പിളായിട്ടുള്ള ഒരു പ്രോസസ്സാണ്. ഫണ്ട് ആഡ് ചെയ്യാനും വിഡ്രോ ചെയ്യാനും വളരെ സിമ്പിളാണ്. ഇപ്പോൾ നമ്മൾ മന്ത്ലിയിലൊക്കെ ഒരു സാലറി കിട്ടുന്ന ഒരാളാണ്, അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലും പാസീവ് ഇൻകംസ് ഒക്കെ കിട്ടുന്നയാളാണ്, അല്ലെങ്കിൽ സാധാരണ ജോലികൾ ചെയ്യുന്നവരാണെങ്കിലും ചെറിയൊരു എമൗണ്ട് ഒരു നിശ്ചിത ഡ്യൂറേഷൻ വിട്ട് ചെറിയൊരു എമൗണ്ടുകൾ, വളരെ ചെറിയ എമൗണ്ടുകൾ, വലിയ എമൗണ്ടുകൾ എന്നല്ല പറഞ്ഞാൽ ചെറിയ എമൗണ്ടുകൾ ക്രിപ്റ്റോ അസറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യും. ഇവിടെ കോയിൻസിലാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ ഞാനിവിടെ ഒരു 1000 രൂപ ഞാൻ ആഡ് ചെയ്ത് കാണിക്കാം. ഇവിടെ ജസ്റ്റ് എമൗണ്ട് ആഡ് ചെയ്ത് കൊടുക്കുക. പേ വിയ ഫോൺ പേ എന്ന് പറഞ്ഞ ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുക്കുക. പ്രൊസീഡ് ചെയ്ത് കൊടുക്കുക. ഇവിടെ നമ്മൾ സക്സസ്ഫുള്ളായിട്ട് നമ്മൾ ചെറിയൊരു എമൗണ്ട് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ആ ഒരു പേയ്മെൻറ്റ് സക്സസ്ഫുൾ ആയിട്ടുണ്ട്. അപ്പം പേയ്മെൻറ്റ് ചെയ്ത് ഒരു 1-2 മിനിറ്റിനുള്ളിൽ തന്നെ, അത്രയും പോലും സമയം എടുക്കത്തില്ല, പേയ്മെൻറ്റ് സക്സസ്ഫുൾ ആയിട്ട് INR പേരിൽ തന്നെ നമുക്കിവിടെ കാണാൻ സാധിക്കും. അപ്പോൾ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഇൻവെസ്റ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ സെലക്ട് ചെയ്യാം. നമുക്ക് ലാർജ് ക്യാപ്പ് കോയിൻസ് സെലക്ട് ചെയ്യാം, കൂടുതലായിട്ട് പ്രയോറിറ്റി കൊടുക്കാം. അതിൻ്റെ അകത്ത് ഞാൻ ബിറ്റ്കോയിൻ തന്നെയാണ് സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ ബിറ്റ്കോയിനിൽ ഞാൻ ഡിപ്പ് കിട്ടുന്നതനുസരിച്ച് നല്ല വലിയ കോയിൻസ് കണ്ടെത്തും. ആ ഒരു കോയിൻസിൽ ചിലപ്പോൾ ഒരു ചെറിയൊരു എമൗണ്ട് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് കുറച്ച് എമൗണ്ട് ആഡ് ചെയ്യും. അതിൻ്റെ അകത്ത് ഞാനിപ്പം ഇതിൻ്റെ ഓൾ ടൈം ചാർട്ട് നമ്മൾ ഓപ്പൺ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് കൃത്യമായിട്ട് ഒരു ഡിപ്പിലാണ് നിൽക്കുന്നത്. ഇപ്പോൾ ലാസ്റ്റ് നിൽക്കുന്ന ഒരു ഡിപ്പിലാണ്. അപ്പോൾ നമുക്ക് ബിറ്റ്കോയിൻ കൺസിഡർ ചെയ്യാം വേണമെങ്കിൽ. ഓക്കെ, നമ്മൾ ബൈ ചെയ്യാൻ പോവുകയാണ്. ബൈ ചെയ്യാൻ പോകുമ്പം ആ ഒരു എമൗണ്ടിനെ വേണമെങ്കിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം. ഞാനൊരു 500 രൂപയ്ക്കാണ് ബിറ്റ്കോയിൻ വാങ്ങാൻ പോകുന്നത്, ഏറ്റവും വലിയ കോയിൻ ആയതുകൊണ്ട് തന്നെ. അപ്പോൾ അത് ബൈ ചെയ്യാൻ വേണ്ടി ജസ്റ്റ് ഇവിടെ ഇതിൻ്റെ വാല്യൂ നമുക്കിവിടെ കാണാൻ സാധിക്കും. എത്രയാണ് ഇതിൻ്റെ വാല്യൂ എന്ന് 82,10,900 രൂപയാണ് ഇപ്പോൾ ബിറ്റ്കോയിൻ്റെ ഇന്ത്യൻ റുപ്പീസിലുള്ള പ്രൈസ്. അതായത് ഒരു ബിറ്റ്കോയിൻ വാങ്ങണമെങ്കിൽ 82 ലക്ഷം രൂപ വേണം. ഞാൻ 500 രൂപയ്ക്കാണ് വാങ്ങുന്നത്, അതുകൊണ്ട് തന്നെ ചെറിയ ഫ്രാക്ഷനായിട്ടാണ് എനിക്ക് കിട്ടുന്നത്. അപ്പം 1001 രൂപ ബാലൻസ് ഉണ്ട്. ഇട്ട പൈസ അതുപോലെ തന്നെയുണ്ട്. യാതൊരു രീതിയിലും ഫീസും കാര്യങ്ങളൊന്നും ഈടാക്കിയിട്ടില്ല ഫണ്ട് ആഡ് ചെയ്ത സമയത്ത്. അപ്പം ഞാൻ 500 രൂപയ്ക്ക് വാങ്ങാൻ പോകുന്നു. 500 രൂപയ്ക്ക് വാങ്ങിക്കഴിഞ്ഞപ്പോൾ എത്ര രൂപയാണ് ചാർജ് ഈടാക്കിയത്? 500 രൂപയ്ക്ക് മേടിക്കുമ്പോൾ 2 രൂപ
95 പൈസ അവർ ചാർജായിട്ട് ഈടാക്കുന്നുണ്ട്. അപ്പോൾ ഞാനിത് ബൈ ചെയ്യാൻ പോവുകയാണ്. ഇവിടെ എത്ര രൂപയ്ക്കാണോ വാങ്ങേണ്ടത് അതിവിടെ 500 രൂപയ്ക്കാണെങ്കിൽ 500 എന്ന് അടിക്കുക. ഓട്ടോമാറ്റിക്കായിട്ട് എത്ര ക്വാണ്ടിറ്റിയാണോ അതിന് ആനുപാതികമായിട്ട് ഇവിടെ കാണിക്കും. ഇവിടെ സ്വൈപ്പ് ടു ബൈ എന്ന് പറഞ്ഞ് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ആ ഒരു പ്രൈസിൽ തന്നെ ബൈ ആവുന്നതായിരിക്കും. ഓക്കെ, അത് ബൈ ആയിട്ടുണ്ട്. ബാക്കി ഇനി ഉള്ള എമൗണ്ട് വേണമെങ്കിൽ വീണ്ടും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം. ഞാൻ ഇത്തീരിയം എടുത്തു. ഒരു എക്സാമ്പിളിന് വേണ്ടിയാണ് ഞാൻ കാണിച്ചു തരുന്നത്. അതും ഞാൻ ബൈ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ അവിടെ എൻ്റെ കയ്യിൽ 498 രൂപയുണ്ട്. വേണമെങ്കിൽ എനിക്ക് അതിൻ്റെ അകത്ത് എത്രയാണ്, നമുക്ക് ഒരു 200 രൂപ ഞാൻ ഇത്തീരിയത്തിലേക്ക് ആഡ് ചെയ്യാൻ പോവുകയാണ്. എനിക്ക് 1 രൂപ 18 പൈസ 1 രൂപ 18 പൈസ ചാർജായിട്ട് വരുന്നുണ്ട്. ഇവിടെ 1 രൂപ 18 പൈസ 201 രൂപ 18 പൈസയാവും. അത് ഞാൻ ബൈ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പം ബാക്കിയുള്ള എമൗണ്ട് നമുക്ക് വേണമെങ്കിൽ ബിനാൻസ് എടുത്തിട്ടുണ്ട്. വലിയ കോയിൻസാണ്, വലിയ എക്സ്ചേഞ്ച് ആണ്. അപ്പോൾ അവിടെ നമുക്ക് എന്താണ് ബിനാൻസിൻ്റെ ചാർട്ടൊക്കെ ഓപ്പൺ ആക്കി നമുക്ക് പഠിക്കാം. ഇവിടെ നമുക്ക് മന്ത്ലിയിലൊക്കെ ഒരു ഡിപ്പിലാണ് കിട്ടുന്നത്. നമുക്കിവിടെ കാണാൻ സാധിക്കും ഇയർലിയിലും വലിയൊരു ഡിപ്പിലാണ് കിട്ടുന്നത്. അപ്പം അതിൻ്റെ ഇപ്പോഴത്തെ കറണ്ട് വാല്യൂ എത്രയാണ്, 80,643 റൂപ്പീസ് ഇന്ത്യൻ റുപ്പീസ് വേണം ഒരു ബിനാൻസിൻ്റെ ഒരു കോയിൻ വാങ്ങാൻ. അപ്പോൾ അത്രയും കിട്ടത്തില്ല. നമുക്ക് വേണമെങ്കിൽ ഇവിടെ ഒരു 150 രൂപയ്ക്ക് വാങ്ങാം, വേണമെങ്കിൽ 150 രൂപയ്ക്ക് വാങ്ങാം. ഓക്കെ, അപ്പം അതിൻ്റെ അകത്തൊരു ചെറിയൊരു ഫ്രാക്ഷൻ ആയിട്ടാണ് പിന്നെ BNBയുടെ കോയിൻ കിട്ടുന്നത്. ഇവിടെ 88 പൈസയാണ് ഫീസായിട്ട് ഈടാക്കുന്നത്. അത് ഞാൻ വാങ്ങി. ബാക്കി വീണ്ടും ഞാൻ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുവാണ്. ജസ്റ്റ് ഡോഗി കോയിൻസ് അതിൻ്റെ അകത്ത് ബാക്കിയുള്ള എമൗണ്ട് ഇടാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഡോജി കോയിൻ. അപ്പോൾ അതിൻ്റെ അകത്ത് ബാക്കി 146 ഉണ്ട്. അപ്പോൾ 146 രൂപ ബാക്കി ഞാൻ അതിൻ്റെ അകത്ത് ഈടാക്കാൻ പോകുന്നു. 145 രൂപ. അപ്പോൾ 11.2 കോയിൻ എനിക്ക് കിട്ടും. 12 രൂപയാണ് ഒരു ഡോജി കോയിന്. അപ്പോൾ നമുക്ക് അതും ബൈ ചെയ്യാം. അപ്പോൾ മിനിമം എമൗണ്ട് 100 രൂപയ്ക്ക് മുകളിൽ ബൈ ചെയ്യണമെന്നുള്ളൂ. അപ്പോൾ നമുക്ക് ചെറിയ എമൗണ്ടിൽ വേണമെങ്കിലും നമുക്കിതിങ്ങനെ ആഡ് ചെയ്ത് പോകും. വലിയ ഇൻവെസ്റ്റ്മെൻറ്റുകൾ അല്ല, വലിയ എമൗണ്ടുകളല്ല ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മളിങ്ങനെ ആഡ് ചെയ്ത് പോകുന്നതനുസരിച്ച് നമുക്ക് ഓവർവ്യൂ നമ്മുടെ പോർട്ട്ഫോളിയോ നമുക്കിങ്ങനെ പോർട്ട്ഫോളിയോ ആവറേജ് ചെയ്ത് ഓരോ കോയിൻസിലേക്കും കൃത്യമായിട്ട് അലോക്കേറ്റ് ചെയ്ത് വരും. നമുക്ക് നല്ലൊരു പോർട്ട്ഫോളിയോ കിട്ടും. അപ്പം ഇങ്ങനെയാണ് ഒരു മന്ത്ലിയിൽ ചെറിയ എമൗണ്ട്, ഒരിക്കലും നമ്മുടെ ടോട്ടൽ സാലറിയുടെ ഫുൾ എമൗണ്ടോ 50% എമൗണ്ടോ ഒന്നും അല്ല കോയിൻസ് ഇതിൻ്റെ അകത്തായിട്ട് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്. ചെറിയൊരു എമൗണ്ട്, വല്ല 5%, 10%, അല്ലെങ്കിൽ 2%, 3%, അല്ലെങ്കിൽ 1%, അങ്ങനെയുള്ള ഒരു എമൗണ്ട് മാത്രം ഇടുക. അത് അത്യാവശ്യം എമൗണ്ടൊക്കെ നമ്മുടെ മാർക്കറ്റിൽ, ക്രിപ്റ്റോ മാർക്കറ്റിൽ ആയിട്ടുണ്ട്, ഇൻഡിവിജ്വൽ പ്ലാറ്റ്ഫോമിൽ ആയിട്ടുണ്ടെങ്കിൽ ഒന്നുകിൽ നമുക്ക് അവിടെ വെച്ച് ക്രിപ്റ്റോ ഇൻവെസ്റ്റ്മെൻറ്റുകൾ നിർത്താം, അല്ലെങ്കിൽ ആ ഒരു പ്ലാറ്റ്ഫോമിൽ അതിൽ കൂടുതൽ എമൗണ്ട് ഇടാതെ മറ്റ് പ്ലാറ്റ്ഫോംസിലെയും വേണമെങ്കിൽ അഡോപ്റ്റ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. ഇത്രയേ ഉള്ളൂ. ലൈവായിട്ട് ഒരാൾക്ക് എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യാം, സിമ്പിളായിട്ട് അതിനെ എങ്ങനെ അതുമായിട്ട് അപ്രോച്ച് ചെയ്യാം എന്നാണ് കാണിച്ചു തരാൻ ഉദ്ദേശിച്ചത്. കൃത്യമായിട്ട് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. വീഡിയോ എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടിയാണ് ചെയ്തത്. ഒരിക്കലും ഒരു റെക്കമെൻഡേഷൻ അല്ല, ജസ്റ്റ് ലൈവായിട്ട് എങ്ങനെയാണ് നമുക്ക് ജെന്യുവിനായിട്ട് നമുക്ക് എങ്ങനെ ചെയ്യാം എങ്ങനെ അപ്രോച്ച് ചെയ്യാമെന്നാണ് കാണിച്ചു തന്നത്. ഓക്കെ, ക്ലിയർ ആയെന്ന് ഞാൻ വിചാരിക്കുന്നു. വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ CoinDCXൻ്റെ അക്കൗണ്ട് ഓപ്പണിംഗ് വീഡിയോ ഉണ്ട്. അവിടെ പോയി അക്കൗണ്ട് ഓപ്പൺ ആക്കാൻ താല്പര്യമുള്ളവർക്ക് അക്കൗണ്ട് ഓപ്പൺ ആക്കാം. അക്കൗണ്ട് ഓപ്പണിംഗ് ലിങ്കും ഉണ്ട്. ഓക്കെ, താങ്ക് യു. അപ്പോൾ കമൻറ്റ് രേഖപ്പെടുത്തുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ. ഓക്കെ, താങ്ക് യു.